വെൽക്കം ടു എഡീന അക്കാഡമി. എഡീന അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള PSC ഡിവിഷണൽ അക്കൗണ്ടന്റ് തസ്തികയിലേക്ക് പുതിയ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 31/12/2024 ഡേറ്റിലാണ് ഗസറ്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 29/1/2025 കാറ്റഗറി നമ്പർ 723/2024 മുതൽ 725/2024 വരെയുള്ള തസ്തികയിലേക്കാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. ഡിപ്പാർട്ട്മെന്റ് കേരള ജനറൽ സർവീസ്, നെയിം ഓഫ് പോസ്റ്റ് ഡിവിഷണൽ അക്കൗണ്ടന്റ്, സ്കെയിൽ ഓഫ് പേ 50,200 up to 1,05,300. Number of vacancies and method of appointment. കാറ്റഗറി നമ്പർ 723/2024 ബൈ ട്രാൻസ്ഫർ ആണ്. ബൈ ട്രാൻസ്ഫർ ഫ്രം ജൂനിയർ സൂപ്രണ്ട് ഓഫ് പബ്ലിക് വർക്ക്സ്, ഇറിഗേഷൻസ്, ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഇതിലേക്ക് വരുന്നത് 3 വേക്കൻസിയാണ്. കാറ്റഗറി നമ്പർ 724/2024 മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് കാറ്റഗറി നമ്പർ 723/2024 ബൈ ട്രാൻസ്ഫർ ഫ്രം ജൂനിയർ സൂപ്രണ്ട് ഓഫ് പബ്ലിക് വർക്ക്സ്, ഇറിഗേഷൻ ആൻഡ് ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്. വേക്കൻസി വരുന്നത് 3 ആണ്. കാറ്റഗറി എൻ 724/2024 ബൈ ഡയറക്ട് റിക്രൂട്ട്മെന്റ് 1 വേക്കൻസിയാണുള്ളത്. കാറ്റഗറി എൻ 725/2024 ബൈ ട്രാൻസ്ഫർ ഫ്രം UD clerk of all department including assistant of the administrative secretariat and the finance secretariat and the office of the Kerala Public Service Commission and auditors of the Kerala State Audit Department and above. UD clerk, assistant, senior accountant, auditors in the non-gazetted cadre. 725/2024 തസ്തികയിലേക്ക് 1 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. Appointment by direct recruitment and by transfer shall be made on the basis of a competitive and qualifying test called initial recruitment examination for divisional accountant to be conducted by Kerala Public Service Commission. Candidate wish to apply for more than one category should send separate applications.
ഏജ് ലിമിറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് 18 36 ഇടയിൽ പ്രായമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 2/1/1988 1/1/2006 ഇടയിൽ പ്രായമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഷെഡ്യൂൾഡ് കാസ്റ്റ് അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി സാധാരണയുള്ള പൈസകൾ കൊണ്ടായിരിക്കുന്നതാണ്. നോ അപ്പർ ഏജ് ലിമിറ്റ് ഈസ് ഫിക്സഡ് ഫോർ ദി ബൈ ട്രാൻസ്ഫർ കാറ്റഗറി. ക്വാളിഫിക്കേഷൻസ് ആൻഡ് കണ്ടീഷൻസ് ഫോർ റിക്രൂട്ട്മെന്റ്. Qualifications. Qualifications and conditions for recruitment. Category number 723/2027 by transfer from Junior Superintendent of Public Works, Irrigation, Harbour Engineering Department. Must have passed contest higher and PWD test or corresponding department test. Category number by direct recruitment, a university degree with at least a second class. In the case of candidate belonging to scheduled caste and scheduled tribes, minimum education qualification will be a degree. Category number 725/2024 by transfer from a other service associated. 1. Must have passed account test higher. Must have put in not less than 5 years of total service, of which 1 year should have been in the post of upper division clerk or assistant senior accountant, auditor, and or in a gazetted cadre above the said post. Examination. Recruitment from the above 3 category will be made on the basis of competitive test. A preliminary OMR test will be conducted as first stage, followed by a final descriptive test. ഫസ്റ്റ് സ്റ്റേജിൽ OMR എക്സാമിനേഷൻ ആയിരിക്കും. അതിനുശേഷം ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് നടത്തുന്നതാണ് ഫൈനലായിട്ട്. എക്സാമിനേഷൻ്റെ സബ്ജക്റ്റും അതിൻ്റെ മാർക്കും മിനിമം മാർക്കും പെർസെൻറ്റേജും ഒക്കെ താഴെ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്, നോക്കാം. ജനറൽ നോളജ്, പ്രസീസ് ആൻഡ് ജനറൽ ഇംഗ്ലീഷ് 150 മാർക്കാണ് മാക്സിമം. മിനിമം മാർക്ക് 60 ആയിരിക്കണം. പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 40 ആയിരിക്കും. അടുത്ത സബ്ജക്റ്റ് എലമെൻ്ററി ബുക്ക് കീപ്പിംഗ് 150 മാർക്ക് മാക്സിമം, 60 മാർക്ക് മിനിമം പാസ്, 40% മാർക്ക് നേടിയിരിക്കണം. അരിത്തമെറ്റിക് ആൻഡ് മെൻസുറേഷൻ എലമെൻ്ററി ബട്ട് പ്രാക്ടിക്കൽ 200 മാർക്കാണ് വരുന്നത്. അതിൽ 100 മാർക്ക് നേടിയിരിക്കണം. 50% മാർക്കാണ് വേണ്ടത്. ടോട്ടൽ 500 മാർക്കാണ്. അതിൽ 220 മിനിമം ക്വാളിഫിക്കേഷൻ മാർക്ക്. ഓരോ പേപ്പറിനും സെപ്പറേറ്റ് മിനിമം ഉണ്ടായിരിക്കുന്നതാണ്. ഓരോ പേപ്പറിനും സെപ്പറേറ്റ് മിനിമം ഉണ്ട്. Duration of each of the 3 papers will be in 3 hours. The date and venue of test will be notified later. No candidate will be allowed to appear for the examination more than thrice. സിലബസ് എക്സാമിനേഷൻ്റെ സിലബസ് കൊടുത്തിട്ടുണ്ട്. ജനറൽ നോളജ്, എലമെൻ്ററി ബുക്ക് കീപ്പിംഗ്, അതിൻ്റെ റെഫർ ചെയ്യേണ്ട ടെക്സ്റ്റിൻ്റെ പേരും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നോക്കാം.
റെഫർ ചെയ്യേണ്ട ടെസ്റ്റിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. Probation. A person appointed to the catered divisional accountant shall, from the date on which he joined duty, undergo practical training for a period of 12 months. On the successful completion of the training, he or she shall be on probation for a period of 1 year on duty within a continuous period of 2 years. During the period of training, a trainee shall be given training allowance as fixed by the government from time to time. വൺ-ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈൽ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. നോട്ടിഫിക്കേഷൻ പാസ്വേഡ് കൊടുത്ത് പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത ശേഷം നോട്ടിഫിക്കേഷൻ നേരെയുള്ള അപ്ലൈ നോ ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. പ്രൊഫൈലിൽ നിന്നും മൈ ആപ്ലിക്കേഷൻ എന്ന ലിങ്കിൽ നിന്ന് ആപ്ലിക്കേഷൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക, അല്ലെങ്കിൽ സോഫ്റ്റ് കോപ്പി എടുത്ത് വെക്കുക. റിട്ടൺ അല്ലെങ്കിൽ OMR ഓർ ഓൺലൈൻ ടെസ്റ്റിന് വേണ്ടി എല്ലാ കാൻഡിഡേറ്റും കൺഫർമേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. കൺഫർമേഷൻ കൊടുക്കുന്നവർക്ക് മാത്രമേ ഹാൾ ടിക്കറ്റ് ഇഷ്യൂ ആകത്തുള്ളൂ. വൺ-ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈൽ മുഖേനയാണ് കൺഫർമേഷൻ കൊടുക്കേണ്ടത്. കൺഫർമേഷൻ കൊടുത്തവർക്ക് മാത്രം ഹാൾ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതാണ്. കൺഫർമേഷൻ കൊടുക്കേണ്ട ഡേറ്റും മറ്റും മെസ്സേജായിട്ട് മൊബൈലിലും അറിയിക്കും, പ്രൊഫൈലിലും വരുന്നതാണ്. അതോടൊപ്പം തന്നെ എക്സാമിനേഷൻ കലണ്ടർ പബ്ലിഷ് ചെയ്യുമ്പോൾ തന്നെ ഹാൾ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ്, കൺഫർമേഷൻ കൊടുക്കേണ്ട ഡേറ്റ് എന്നിവ അതിൽ കൊടുക്കുന്നതാണ്. ലാസ്റ്റ് ഡേറ്റ് ഫോർ റെസിപ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻ 29/1/2025, വെനസ്ഡേ അപ് ടു 12 midnight. വെബ്സൈറ്റ് അഡ്രസ് ടു വിച്ച് ആപ്ലിക്കേഷൻസ് ആർ ടു ബി സെൻഡ് keralapsc.gov.in. ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട്. കാറ്റഗറി നമ്പർ 723 മുതൽ 725 വരെയാണ്. കേരള ജനറൽ സർവീസാണ് ഡിവിഷണൽ അക്കൗണ്ടൻറ്റ്. ഉദ്യോഗപ്പേര് ശമ്പളം 50,200 മുതൽ 1,05,300 വരെയാണ്. കാറ്റഗറി നമ്പർ 723/2024 തഹസീൽ 3ഉം 224 കാറ്റഗറി നമ്പറിൽ ഒരു വേക്കൻസി, 725 കാറ്റഗറി നമ്പർ ഒരു വേക്കൻസിയാണ് ഉള്ളത്. പതിനെട്ടിനും 36 ഇടയിൽ പ്രായമുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്.
പരീക്ഷയുടെ വിഷയങ്ങളും സിലബസും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം OMR പരീക്ഷയായിരിക്കും, അതിനുശേഷം ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയായിരിക്കും. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 29/1/2025 ബുധനാഴ്ച അർദ്ധരാത്രി 12 മണി വരെയാണ്. അതിന് മുമ്പായിട്ട് അപേക്ഷ സമർപ്പിക്കുക. അപേക്ഷ സമർപ്പിക്കേണ്ട വെബ്സൈറ്റിൻ്റെ വിലാസം www.keralapsc.gov.in. Thank you for watching my videos. Thank you for watching my channel. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസും ചാനലും കൂടുതൽ പേരിലേക്ക് എത്തിക്കുന്നതിനായിട്ട് വീഡിയോസ് ഷെയർ ചെയ്യുക. അപ്പോൾ ചാനൽ ലിങ്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. ഡൗട്ടുകളും കമൻറ്റായി രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. താങ്ക് യു.